ഇൻസ്റ്റഗ്രാം വാട്സപ്പിലൊക്കെ കമന്റോ മെസ്സേജോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ റിസീവറിന് അത് അപ്പം തന്നെ കാണാൻ പറ്റും. ഈ ഒരു സെയിം ഫീച്ചർ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ടൂളിലും ഉണ്ട്. ഈ ഒരു സംഭവം ഞാൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഞാൻ ഒരു ക്രിയേറ്റീവ് ഡിസൈനർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് ആൻഡ് ഐ എം ഓൾസോ എ ഫ്ലട്ടർ ഡെവലപ്പർ. അതുകൊണ്ട് തന്നെ എന്റെ വർക്ക് ഫ്ലോ ഫാസ്റ്റർ ആക്കാനായിട്ട് ഒരു ഇന്റേണൽ ടൂൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. ആ ആപ്പിലുള്ള ഒരു ഫീച്ചറാണ് കമന്റിങ്. അതെങ്ങനെയാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സെൻഡ് ബട്ടൺ നെക്കി കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാം? ഇതെല്ലാം വർക്ക് ആവാനായിട്ട് ഞാൻ ഫയർബേസിന്റെ റിയൽ ടൈം ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആപ്പ് രണ്ടുപേര് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. ഈ രണ്ട് യൂസേഴ്സും ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓപ്പൺ ആക്കിയാൽ ഫസ്റ്റ് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർബേസും ഈ യൂസറും തമ്മിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ആപ്പ് ചോദിക്കും ഈ പോസ്റ്റിലുള്ള എല്ലാ കമന്റും തരാൻ പറയും. ഈ കമന്റ് വന്നത് ഇത് ആരാണ് കമന്റ് ചെയ്തത്, എപ്പോഴാണ് കമന്റ് ചെയ്തത്, എന്താണ് കമന്റ് ചെയ്തത്, വേറെ കുറെ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. ബട്ട് മെയിൻലി ഈ മൂന്നെണ്ണം ഒക്കെ ഒരു ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഈ കമന്റ് യൂസറിന്റെ അടുത്തേക്ക് വന്നത്. അതിൽ എല്ലാ യൂസേഴ്സിനും യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ടാവും. സോ ഇപ്പൊ ഈ കമന്റ് ചെയ്ത ആൾക്കാരുടെ ഐഡിയും കറണ്ട് യൂസറിന്റെ ഐഡിയും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ യൂസറാണ് ഈ കമന്റ് ചെയ്തേക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു UI കാണിക്കാം. അതല്ല ഇത് മാച്ച് ആവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ UI കാണിക്കാം. സോ ഇതാണ് ഇതിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്. ഇതിന്റെ ശരിക്കും യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസിലായിരിക്കുമല്ലോ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇതേപോലെ തന്നെ വല്ല പുതിയ കമന്റ് ആഡ് ചെയ്താലാ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് ഡിലീറ്റ് ചെയ്താലാ അല്ലെങ്കിൽ വല്ല എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നാൽ ഈ കണക്ട് ചെയ്ത യൂസേഴ്സിന് എല്ലാം അത് അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് വല്ല ഡെവലപ്പർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡിസൈനർ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.